നിന്റെ പെണ്ണും പിള്ള മരിച്ചെന്ന് സങ്കല്പിക്കാം. ചിലർക്ക് വലിയ സന്തോഷമാവും, ഓളൊന്നും മരിച്ച അത്ര നല്ലത് ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന മഹാന്മാരും ഉണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാരെ അള്ളാഹു ജോഡികളാക്കി ഒരുമിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിലും വേണോ? ആഗ്രഹമുള്ളവർ കൈപൊക്കിക്ക്. ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്ക് കേട്ടാ, ലൈവാ. സ്റ്റേജിൽ ഇരിക്കുന്നവർ കൈ പൊക്കിക്കോ. പെണ്ണ് കെട്ടിയവരൊക്കെ ലൈവായിട്ടാ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് വീട്ടിൽ പോകുമ്പോൾ പെണ്ണുമ്പള്ള ചോദിക്കുക, അതെന്താ നിങ്ങൾ പൊക്കാഞ്ഞെന്ന്. സ്വർഗത്തിലും ഭാര്യയെ വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈ പൊക്കിക്ക്. എന്താ പെണ്ണ് കെട്ടിയവര് പൊക്കണില്ലല്ലോടാ. പെണ്ണ് കെട്ടിയ പലരും പൊക്കണില്ല. കാരണം എന്ത്? ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല അല്ലാ. കാരണം ഇവിടെ തന്നെ ഇവളെ സഹിക്കാൻ വയ്യ, ഇനിയിപ്പോ സ്വർഗത്തിൽ കൂടെ. അങ്ങനല്ല, അള്ളാഹു നമ്മുടെ പെണ്ണുങ്ങളൊക്കെ സ്വർഗത്തിലും നമ്മുടെ ഭാര്യമാരാക്കി അള്ളാഹു തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്ക്, ഭാര്യ മരിച്ചു, നമ്മൾ ഇന്ന് മരണവീട്ടിൽ. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ ഇവിടുത്തെ നാടിൻ്റെ കാര്യമല്ല പറയണേ, ഞങ്ങളുടെ നാടിൻ്റെ കാര്യമാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി കാണാം. ആണിനും പെണ്ണിനും എല്ലാവരും കയറി ഇങ്ങനെ മയ്യത്ത് കാണാറുണ്ട്. അവസാനം മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിയാൻ സമയമാകുമ്പോഴത്തേക്കും എന്നാ ഇടിയാന്നറിയാവോ കാണാൻ. ആണും പെണ്ണും ആദ്യം പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും, കണ്ടോ വരി വരിയായി നിൽക്കും, പിന്നെ ആണുങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഭർത്താവ് ഭാര്യയുടെ മയ്യത്തിന്റെ ചാരത്തിങ്ങനെ നിൽക്കുക. അപ്പൊ ചോദിക്കുക, പൊതിയാൻ പോവാ, ഇനി ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ കണ്ടോളെ. എന്താ പറയണേ? എടാ, മരിച്ചിട്ട് മയ്യത്ത് പൊതിയാൻ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് കഫം പൊതി എടുത്തിട്ട് മുഖം മറയ്ക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ വാപ്പയും കൂടപ്പറപ്പും ഭർത്താവും കുടുംബക്കാരും ചോദിക്കുക, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോന്ന്. കൊണ്ടുവന്ന് കാണിച്ചു, പൊതിഞ്ഞു. പിന്നെ പള്ളി കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചൊന്ന് അഴിച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ? ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ? കണ്ടു. പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ? സുബ്ഹാനല്ലാഹ്. ആരെ? ഇവന്റെ പെണ്ണും പിള്ളയെ, ഇവന്റെ സ്വന്തം ഭാര്യയെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്, കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, ആർക്കെങ്കിലും കാണാനുണ്ടോ? ഇവന്റെ വാപ്പായിക്കല്ല, ഇവനല്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ കാലം എവിടെ പോയി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. എടാ ചെറുപ്പക്കാരാ, നിനക്കിത് പറഞ്ഞാ മനസ്സിലാകൂല. മയ്യത്ത് പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നിനക്ക് മനസ്സിലാകില്ല. എന്തേ മനസ്സിലാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? വിവാഹം കഴിച്ച് നിക്കാഹ് കഴിഞ്ഞ ഉടനെ അതാ ഓഡിറ്റോറിയത്തിന്റെ പന്തലിന്റെ അകത്ത് കെട്ടിയ പെണ്ണിനെ ചാരത്ത് നിർത്തിയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്നവനാ. സ്വന്തം ഭാര്യയുടെ മയ്യത്ത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവൂല. കാരണം അവൻ കല്യാണം കഴിച്ചിട്ട് ആ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ തന്റെ കൂട്ടുകാരെ മുഴുവനും ഈ കെട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഇവൻ ഇത് തിരിയുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിന് നിന്നു കൊടുക്കുന്ന പെൺകുട്ടികൾ, അതിന് നിന്നു കൊടുക്കുന്ന പെൺകുട്ടികൾ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത്. അവിടെ കൊടുത്ത വസിയത്ത് എന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പകല് എന്നെ കബറടക്കരുത്, രാത്രിയിൽ വേണമെന്നെ കബറടക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ അവിടുന്ന് തന്റെ കുടുംബത്തോട് പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പകലെന്നെ കബറടക്കരുത്, രാത്രിയിലെ കബറടക്കാവൂ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ പറയാറുള്ള
കാരണം എന്താ? എന്റെ പകല് കബറടക്കിയാൽ ആ സമയത്ത് അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു അന്യ പുരുഷരമ കണ്ടിട്ടില്ല. എന്റെ ശരീരമോ എന്റെ ഔറത്തോ ഇന്ന് വരെ ഒരു അന്യ പുരുഷരമ കണ്ടിട്ടില്ല. പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിലോ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ കബറിന്റെ അകത്തേക്ക് ഇറക്കുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാടുമല്ലോ. അതെനിക്കിഷ്ടമല്ല അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്റെ മയ്യത്ത് കബറടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകള് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്നാണടി നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടത്. ആ ഫാത്തിമയല്ലേ സ്വർഗത്തിന്റെ റാണി. ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ എന്റെ ഈ നാട്ടിലെ എത്ര പെങ്ങന്മാർക്കാ, എന്റെ ഈ നാട്ടിലെ എത്ര പെണ്ണുങ്ങൾക്കാ കഴിയുന്നത്? അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ കണ്ണുകളെ സൂക്ഷിക്കണേടാ ചെറുപ്പക്കാരാ. ഹറാം കാണല്ലേ, അന്യപുരുഷന്റെ ശരീരം കാണല്ലേ, അന്യപുരുഷന്മാരുടെ സൗറത്ത് കാണല്ലേ, അന്യ പെണ്ണുങ്ങളുടെ ശരീരം കണ്ടുകൊണ്ട് ആസ്വദിക്കല്ലേ ചെറുപ്പക്കാരാ. നീ വിചാരിക്കും ഇത് സാധാരണ പാപമാണെന്ന്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അതൊരു സാധാരണ പാപമല്ല. നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയ പാപമാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നിനക്കൊരു ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴെയിരിക്കുന്ന പടച്ച റബ്ബിന്റെ കഅബാലയമുണ്ടല്ലോ, ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച അല്ലാഹുവിന്റെ പ്രവാചകന് ചുംബനം കൊടുത്ത, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഹൃദയം ചേർത്ത് വെച്ച ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവേ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. പടച്ച റബ്ബിനോട് പറയുകയാ, എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഇത് മാത്രമാണ് പറയുന്നത്, ഇത് മാത്രമാണ് പറയുന്നത്. എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തരുത്, എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ മഹാനവിടെന്ന് ചോദിക്കുകയാ, മോനെ നീ എന്തേ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? പലരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറ്, പലരും എല്ലാ പടച്ചവനെ സ്വർഗം കിട്ടാറ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോ നീ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ലല്ലോ. മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ 1ാമത്തെ സഹോദരന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ
അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. എന്റെ ജ്യേഷ്ഠന്റെ ജോലി ബാങ്ക് വിളിക്കലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട വാപ്പാ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചത് 40 കൊല്ലമാ. 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന ജ്യേഷ്ഠനായിരുന്നു. എത്ര വലിയ പ്രതിഫലമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എത്രയോ വലുതാ. ചെറുപ്പക്കാരാ, മോനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിക്കണമെടോ. അല്ലാഹുവിന്റെ പള്ളിയിൽ പോയിട്ട് മുഅദ്ദിൻ ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കണം, ഉസ്താദ് എനിക്കൊരവസരം തരുമോ, ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കാൻ. കാരണം ബാങ്ക് വിളിക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാ. ഇന്ന് പള്ളിയിലെ പ്രസിഡന്റ് ആകാനും മത്സരമാണല്ലോ, വോട്ടാണല്ലോ, ഇലക്ഷനാണല്ലോ. വീടുകൾ തോറും കയറിയിറങ്ങിയിട്ട് രാഷ്ട്രീയക്കാര് വോട്ട് പിടിക്കുന്നത് പോലെ പള്ളികളുടെ പ്രസിഡന്റ് ആകാ, സെക്രട്ടറി ആകാ, വോട്ട് കിട്ടുന്ന കാലമാണല്ലോ. എങ്ങനെയെങ്കിലും കമ്മിറ്റിയെ തറക്കിയതാ, തറക്കിത്തറയിലിടാൻ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്ന കാലമാണല്ലോ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പ്രസിഡന്റ് ആകാ മത്സരിക്കൂല, സെക്രട്ടറി ആകാ പണം ചെലവഴിക്കില്ല, പള്ളിയിലെ മുഅദ്ദിനാകാൻ മത്സരിക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരി. ഇത്തിരി ചൂടുവെള്ളം വേണം. ഇപ്പൊ നല്ല മഞ്ഞുണ്ടല്ലേ, ശബ്ദം അടഞ്ഞു. ഇതേപ്പാ മൈക്ക് സെറ്റുകാരനെ കുറ്റം പറഞ്ഞല്ല, മഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനം. നാളെ വയലുണ്ട്. അള്ളാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ എങ്ങനെ അപ്പൊ ഇലക്ഷൻ ഉണ്ടോ? പള്ളിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലപ്പാ, പള്ളിയിൽ ഇലക്ഷൻ ഉണ്ടല്ലോ. ഇവിടെ വോട്ടായില്ല. അള്ളാഹു അലം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയുടെ പ്രസിഡന്റ് ആകാനേ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ പോവാ. അബൂബക്കറെ, ഞാനാ നിൽക്കുന്നത്, വോട്ട് തരണം കേട്ടോ. എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബറക്കത്തിന് വെച്ചോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പള്ളിയുടെ ആലോചിക്കേ, ആരുടെ പൈസയാ വാപ്പാ? ആരുടെ പൈസ എടുത്തിട്ടാ നീ ഇവിടെ ഇലക്ഷൻ നടത്തണേ? നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാ? അള്ളാന്റെ പള്ളിയുടെ പൈസ നിന്നൊക്കെ അള്ള വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ? പടച്ചോൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ ആലോചിക്കേ. പണ്ടൊക്കെ വീട്ടിൽ പോയിട്ട് പറയും, ഹജിയാരെ പള്ളിയുടെ പ്രസിഡന്റ് ആകോ? അള്ളാണെ എനിക്ക് വേണ്ട, പോടാ എന്നാ നീന്റെ വഴി നോക്കിയപ്പോ എനിക്ക് സ്വർഗത്തിൽ പോകണം. നാട്ടുകാർ മുഴുവൻ അങ്ങോട്ട് പോയി പറഞ്ഞാലും ഇന്ന് പ്രസിഡന്റ്, അന്നത്തെ കാലത്ത് പഴയ കാലത്ത് പ്രസിഡന്റ് ആകാൻ ആള് വരൂല. ഇന്ന് അങ്ങനല്ല. അങ്ങോട്ട് പോയിട്ട് പൈസ എടുത്തിട്ട് പറയും എനിക്ക് വേണം വോട്ട്. വണ്ടി കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിൽ ഇറക്കി വോട്ട് ചെയ്യാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊന്നാര ചങ്ങാതിമാരെ, അധികാരമെന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാ. അധികാരമെന്ന് പറയുന്നത് ഒരിക്കലും അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്. തുഅതിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. വ്യക്തമായിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ വരുമ്പോ പള്ളിയിലെ ഖത്തീബ് ഇത് പറഞ്ഞു കൊടുക്കണം. കമ്മിറ്റിയുടെ മത്സരിക്കാൻ നിൽക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും വിളിച്ചു നിർത്തിയിട്ട് പള്ളിയുടെ ഭരണം പിടിക്കാൻ വേണ്ടി തലകുത്തി മറിയുന്ന ഓരോ പള്ളിക്കുടിയിലേക്ക് പോകാതിരിക്കുന്ന വാപ്പായും മത്സരവാ. അങ്ങനെയുള്ളവരെ വിളിച്ചു നിർത്തിയിട്ട് ഈ ഒറ്റ ആയത്ത് ഓതി കൊടുക്കണം. തുഅതിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഇതിന്റെ അർത്ഥം പറഞ്ഞ അപ്പ ഇട്ടിട്ട് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞു, അധികാരമെന്ന് പറയുന്നത് നിന്നെ തേടി വരാനുള്ളതാ, നീ തേടി പോകരുത്. തേടി പോയാൽ അവസാനം മോശമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനത് പറഞ്ഞിട്ട് നിങ്ങളുടെ പള്ളിയിലെ പ്രസിഡന്റിന്റെ
ഹൃദയത്തിൽ ഇടിത്തി വാരിയിടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അധികാരം ചോദിച്ചു വാങ്ങിയ അള്ളാഹു ദുനിയാവിൽ അവന് 3 ശിക്ഷ കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും അധികാരം ചോദിച്ചു വാങ്ങിയാൽ അവന് ദുനിയാവിൽ 3 ശിക്ഷ അള്ളാഹു കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞരട്ടെ? പറയണോ? വേണോ? ഒന്ന് കൈവക്കിക്കേ. അപ്പൊ ഇവിടുത്തെ പ്രസിഡന്റ് ആരാപ്പാ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? പുറകിലിരിപ്പുണ്ട്. ചിരിച്ചുകൊണ്ടിരി. നാളെ പരലോകത്തും ചിരിക്കണം കേട്ടാ, ഇല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു, അങ്ങനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത്. എൻ്റെ പ്രിയ സുഹൃത്ത് ഷരീഫുക്ക വല്ലാത്ത സ്നേഹമാ, ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ, നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആക്കാൻ നിൽക്കുക, എന്ത് വേണം? ഞാൻ ചോദിച്ചു, തീക്കട്ടയുടെ മുകളിൽ കയറി ഇരിക്കുന്നത് ഇഷ്ടമാണോ? അപ്പോഴേ ഞാൻ ചോദിച്ചു, തീക്കട്ടയുടെ മുകളിലേക്കാ കയറിയിരിക്കാൻ പോകുന്നത്. കാരണം നിസാരമല്ല, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് തന്റെ പള്ളിയുടെ ഓഫീസ് റൂമിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക, പള്ളിയുടെ കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആരെങ്കിലും അടുത്തു വന്നിട്ട് എന്തിന് അടുത്തു വന്നിട്ട് ഒരു ചെക്ക് കൊണ്ടുവന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ പൈസ മാറാനാ, ഒന്ന് ഒപ്പിട്ടതാ. ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ മുന്നിൽ സ്വന്തം മക്കള് അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, പള്ളിയുടെ പൈസയല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യം ചെക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഒരു ഒപ്പിട്ട് തരാൻ. ആ കയ്യിലിരുന്ന പേനയെടുത്തിട്ട് അതിനകത്ത് ഒപ്പിട്ട് കൊടുത്ത, അള്ളാഹുബേ എനിക്ക് നരകത്തിൽ പോകാൻ സമ്മതമാണെന്നാ എഴുതി കൊടുക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പേന ആരുടെയായിരുന്നു? സർ പ്രസിഡന്റിന്റെ പോക്കറ്റിൽ ഇരുന്നതല്ല, പള്ളിയുടേതായിരുന്നു. ഈ നാട്ടുകാരുടെ. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കമ്മിറ്റിക്കാരെ ഞാൻ ഭയപ്പെടുത്തുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മുഅദ്ദിന് വേണ്ടി വോട്ടെടുപ്പ് നടക്കുമായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ മുഅദ്ദിൻ ആരാപ്പാ? പള്ളിയിൽ മോദി സാഹിബ് ഉണ്ടോ? ആരാ? എൻ്റെ പൊന്നാര ചങ്ങാതി, സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മളെ കൂടെ പരിഗണിക്കണം കേട്ടാ. വലിയ ചങ്ങാതിയാ, പ്രായം കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രതിഫലം ഈ ഇരിക്കണ പാവപ്പെട്ടവനാ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരൻ മഹാനവടെന്ന് ചോദിക്കുന്നു, മോനെ നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? തങ്ങളെ, എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ 40 വർഷം ബാങ്ക് വിളിച്ച മനുഷ്യരാ, അവസാനം മരണമെടുത്തു, സക്കറാത്തിന്റെ അവസ്ഥ എടുത്തു. ആ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ട് വരാറ്. എനിക്ക് വല്ലാത്ത സന്തോഷമായി. ജ്യേഷ്ഠന് ഖുർആൻ ഓതിയിട്ട് മരിക്കാനായിരിക്കും. ഒരുപാട് കാലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ. ഖുർആൻ എടുത്ത് കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോ വലിച്ചെറിയുകയാ. എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഖുർആൻ വലിച്ചെറിയുകയാണ്. എന്നിട്ട് ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ ജ്യേഷ്ഠൻ ഈമാനില്ലാതെ മരിച്ചുപോയി. എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു. ചെറുപ്പക്കാരൻ കരയുകയാണ്. ചെറുപ്പക്കാരൻ കരയുകയാണ്. എന്റെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. എന്റെ ജ്യേഷ്ഠനും അതുപോലെ 10-30ഓളം വർഷം, ഒരുപാട് കാലം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചു. രണ്ടാമത്തെ ജ്യേഷ്ഠന്റെയും ആഖിബത്ത് മോശമായ മരണമാ. രണ്ടുപേർക്കും ഈമാനുള്ള മരണം കിട്ടിയില്ല. പടച്ചറപ്പേ, അതേ പള്ളിയിൽ തന്നെയാണ് ഞാനാണിപ്പൊ ബാങ്ക് വിളിക്കുന്നത്. എന്റെ 2 ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാൻ ബാങ്ക് വിളിക്കുന്നത്. അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. ഞാൻ അതാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. പടച്ചറപ്പേ, മഹാനവറുകളുടെ കണ്ണ് നിറയുകയാ.
മഹാനവറുകളുടെ കണ്ണ് നിറയുകയാണ്. എന്തു പാപമാ ചെയ്തത്? ഇവർ രണ്ടുപേരുടെയും മരണം മോശമാകാതെ ഇവർ കള്ളു കുടിക്കുന്നവരായിരുന്നില്ല, അവർ വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, അവർ പലിശ തിന്നുന്നവരായിരുന്നില്ല, അവർ അഹങ്കരിച്ച് നടന്നവരായിരുന്നില്ല, അവർ ശിർക്ക് ചെയ്തവരായിരുന്നില്ല, അവർ നിസ്കരിക്കുന്നവരായിരുന്നു, അവർ ഖുർആൻ ഓതുന്നവരായിരുന്നു, അവർ സദഖ കൊടുക്കുന്നവരായിരുന്നു, അവർ സ്വലാത്ത് പറയുന്നവരായിരുന്നു, അവർ വഅദ് കേൾക്കുന്നവരായിരുന്നു. എന്നിട്ടും അവരുടെ അവസാനം മോശമാകാറുള്ള കാരണം എന്തെന്നറിയുമോ? അവരുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്യുന്നവരായിരുന്നു. ഒരേ ഒരു തെറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വാപ്പാ നിനക്കുമുണ്ട്, പെങ്ങളെ നിനക്കുമുണ്ട്, ചെറുപ്പക്കാരാ എന്ന ഒരു പാപം നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കടാ. മഹാനവറുകളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ രണ്ട് സഹോദരന്മാർക്ക് ഒരേ ഒരു ദുശീലമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ദുശീലമെന്നറിയുമോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു തങ്ങള്. അതുകൊണ്ടായിരിക്കാം എന്റെ കൂടപ്പിറപ്പുകളുടെ അവസാനം മോശമായി പോയത്. അവിടെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ പറയടാ, സാധാരണ പാപമാണോ? പടച്ചവനെ യൂട്യൂബിനകത്ത് കയറിയിട്ട് അല്ലാഹുവേ, ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് വാട്സപ്പിലൂടെ കാമുകന് നല്ല ചിത്രം അയച്ചു കൊടുക്കുന്ന പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എടാ സായിപ്പ് ഉടുതുണിയില്ലാതെ കിടന്ന് വ്യഭിചരിക്കുന്നതിന്റെ വീഡിയോ മകർ കൊടുത്ത് വിവാഹം കഴിച്ച പ്രിയപ്പെട്ട ഭാര്യയോ മണിയറയ്ക്കകത്ത് പിടിച്ചടുത്തിരുത്തിയിട്ട് ആ വൃത്തികെട്ട വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എത്ര വ്യക്തമായി ചിന്തിച്ചു നോക്ക്. എന്റെ ചെറുപ്പക്കാർ ആവശ്യമില്ലാത്ത സെക്സ് വീഡിയോ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ആവശ്യമില്ലാത്ത ശരീരത്തിന്റെ ഔറത്തുകൾ അന്യ പുരുഷന്മാരുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു കൊടുക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്. സ്വന്തം വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് സായിപ്പിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ഭർത്താവ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ എന്തിനാടാ പഹയ നീ പെണ്ണ് കെട്ടിയത്? കണ്ടവന്റെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് നിസ്സാര പാപമല്ല, അത് നിസ്സാര പാപമല്ല. അതുകൊണ്ടാണ് 4000 പ്രവാചകന്മാരെ കണ്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമ്മളോട് പറഞ്ഞു തരികയാ, അന്യ വീട്ടിലേക്ക് കടന്നുപോയാൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്ക്. കാരണം നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിലുണ്ട്. നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. ആ കണ്ണിനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ നരകത്തിന്റെ അടിത്തട്ടിൽ പോയി വീഴും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? ഈ നാട്ടിലെ അല്ലാഹുവേ, ഈ നാട്ടിലെ പെൺകുട്ടികളെ സാലിഹത്തുകളാക്കാൻ, ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ് കിട്ടുന്നതിന് വേണ്ടി, ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി ആ മക്കള് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ, ഒരു കല്ലിന്റെ പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആൺമക്കളെ പഠിപ്പിക്കാനല്ല, നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കൂ. ഈ നാട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കാനാണ്, അവർക്ക് ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മക്കള് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അത് സാധാരണ ഒരു അറബി കോളേജ് പോലെ നിങ്ങൾ തെള്ളിക്കളയേണ്ട കാര്യമല്ല, വല്ലാത്ത പ്രതിഫലമാ. കാരണം ഒരു പെണ്ണ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നന്നാകുമടാ ചെറുപ്പക്കാരാ.
ഒരു പെണ്ണ് നന്നായാ ലോകം തന്നെ നന്നാവുകയാണ്. ഒരു പെണ്ണെങ്ങാനും തലതിരിഞ്ഞു പോയാ പടച്ചവനെ എത്രയെത്രയോ കൊലകൊമ്പന്മാരെ മുട്ടതാ, ഒരുപാട് മഹാന്മാരെ താഴെ എത്തിച്ചത് പെണ്ണുങ്ങളാണല്ലോ. ഒരു പെണ്ണെങ്ങാനും പിഴച്ചു പോയാ പടച്ചവനെ ഈ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനെ ഭയക്കുന്ന പെൺമക്കളാകണം. ചെറുപ്പം മുതലേ ഖുർആൻ ഓതാൻ പഠിക്കുകയാണ്, നമസ്കരിക്കാൻ പഠിക്കുകയാണ്, പടച്ചവനെ നല്ല കാര്യങ്ങൾ പഠിക്കുകയാണ്, പടച്ചവനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനാ. അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. മടി കാണിക്കല്ലേ, മടി കാണിക്കല്ലേ. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം കടന്നു വന്നിട്ട് വർഷം തികയാറായല്ലോ. എന്തേ സംഭവിച്ചത്? കോടീശ്വരന്മാരുടെ പണമൊക്കെ എവിടെ പോയി? ശാസ്ത്രലോകം മുഴുവനും പരാജയപ്പെട്ടു പോയത് ഒരു ചെറിയ വൈറസിന്റെ മുന്നിലാ. ലക്ഷക്കണക്കിന് ആൾക്കാർ 6 അടി മണ്ണിന്റെ അകത്തെത്തിച്ചത് ഈ രോഗമാണല്ലോ. കോടാനുകൂടി ജനങ്ങള് തന്റെ കുടുംബത്തിൽ നിന്ന്, തന്റെ ഭാര്യയിൽ നിന്ന്, തന്റെ മക്കളിൽ നിന്ന്, തന്റെ മാതാപിതാക്കളിൽ നിന്ന്, സ്വന്തം വീടിന്റെ അകത്ത് നിന്ന് മാറ്റിയിരുത്തി ചിന്തിപ്പിക്കാറ് ഈ രോഗം ഒരു കാരണമായതെങ്കിലോ ഈ പാവപ്പെട്ട മക്കൾ അവന് വീട് വെക്കാറല്ല, അവന്റെ പെങ്ങളെ കെട്ടിക്കാറല്ല, അവന് ഭക്ഷണം കഴിക്കാറല്ല. ഈ നാട്ടിലെ പെൺമക്കളെ ദീനീപരമായിട്ടുള്ള ഇൽമ പഠിപ്പിക്കുന്നതിന് വേണ്ടിയോ ഈ മക്കള് കടന്നു വരുമ്പോ കയ്യിലുള്ളതിലൊരു നല്ല സദക്ക എടുത്തോ, കൊടുത്താ കിട്ടുന്ന പ്രതിഫലമെന്താ? അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ക്യാൻസർ രോഗത്തിനെ മാറ്റാറ് മോനെ മരുന്നില്ലെന്നാരാടാ പറഞ്ഞത്? ക്യാൻസറിനെ മാറ്റാൻ മരുന്നില്ലെന്നാരാ പറഞ്ഞത്? മോനെ ഈ വരുന്ന ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ഇടടാ. ഏത് രോഗത്തിനെയും മാറ്റാറുള്ള മരുന്നാ, ഏത് സിഹറിനെയും ബാത്തിലാക്കാനുള്ള മരുന്നാ, ഏത് ശാപത്തെയും തകർക്കാനുള്ള മരുന്നാ, ഏത് പ്രയാസത്തെയും മാറ്റാറുള്ള മരുന്നാ. മുത്തിനബിയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുത്തോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, കൊടുക്കുന്നത് സിറാജ് ഉസ്താദിനല്ല, ഇവിടത്തെ കമ്മിറ്റിക്കാരുടെ കയ്യിലല്ല, കൊടുക്കുന്നത് പടച്ചറപ്പിനാ. ഈ പ്രപഞ്ചം മുഴുവൻ വിളക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ കയ്യിലാ കൊടുക്കുന്നത്. ഒരിക്കലും വെള്ളപ്പൊക്കമുണ്ടായിട്ടത് തകർന്നു പോകില്ല, പടച്ചവനെ തീകരിച്ചു കളയില്ല. അല്ലാഹുവിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുത്തോ. കരുണക്കടലായ അല്ലാഹ് ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടോ ഒരു സദഖ കൊടുക്കുന്നുണ്ടോ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ലാഹ്. അതുകൊണ്ടൊരു സദഖ എടുത്തോ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ. ബക്കറ്റ് എടുത്തോണ്ട്, ബക്കറ്റല്ല പെട്ടി പിടിച്ചോണ്ട് നിൽക്കുന്ന മക്കളോട് എടാ ധൃതി കാണിക്കരുത്. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിന്റെ പെങ്ങളെ കെട്ടിക്കാനോ നിനക്ക് വീട് വെക്കാനോ അല്ല, നിനക്ക് വേണ്ടി കൈനീട്ടിയാൽ നാണക്കേട് കാണിച്ചാൽ മതി. പക്ഷേ അള്ളാഹുവിന്റെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൈനീട്ടുന്നതിൽ ഒരു പ്രശ്നവും വേണ്ട. സമാധാനത്തോടെ ഓരോ മനുഷ്യന്റെ മുന്നിലും പോയി നിന്ന് പൈസ മേടിച്ചിട്ട് പോയാ മതി. നിനക്ക് സ്വർഗത്തിൽ പോകാൻ അള്ള തരുന്നൊരവസരവാ ഇത്. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ തരുന്നൊരവസരം. വേണ്ടവരൊക്കെ മനസ്സറിഞ്ഞിട്ടൊരു സദഖയിട്. നിന്റെ സർവ്വ രോഗങ്ങളും നിന്റെ സർവ്വ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ എന്ന ഒരു നല്ല നീയത്തോടെ ഒരു നല്ല സദഖ. എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
അല്ലാഹുമ്മ സ്വല്ലി യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നോ, കരുണക്കടലായ അല്ലാഹ്, അവരെ നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാന്. മാരകമായ ക്യാൻസർ പോലെയുള്ള സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന ചെറിയ സദഖയാണെങ്കിലും ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ. കാരണം ഈ നാട്ടിലെ പെൺകുട്ടികളെ ദീനീ കുടുംബമാക്കി മാറ്റാൻ, ഒരു പെണ്ണ് നന്നായ ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ, അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും, അവളുടെ ഭർത്താവ് നന്നാകും, അവളുടെ വീട് നന്നാകും, അവളുടെ നാട് നന്നാകും, അവളുടെ കുടുംബം നന്നാകും, ലോകം തന്നെ നന്നാകും ഒരു പെണ്ണ് നന്നായാൽ. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികൾ ദീനീ ബോധമുള്ള പെൺകുട്ടികളാകണം. ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികളും ചെറുപ്പം മുതൽ ബനാത്ത് പോലെ പഠിപ്പിക്കാനാണ്. എങ്ങനെ ഉസ്താദേ, അതോ എന്തെങ്കിലും കോഴ്സുകളുണ്ടോ ഇവിടെ? ശരീഅത്ത് കോളേജ് അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു പലതുള്ളി പെരുവെള്ളം. ലക്ഷങ്ങൾ ഞാൻ ചോദിച്ചില്ല, നിങ്ങളുടെ കയ്യിലുള്ളതിൽ കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് ആ ഒരു നന്മയ്ക്ക് കൂട്ടുനിൽക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് തരുന്ന മൂന്നാമത്തെ ഉപദേശം, നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്ക്. അന്യ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ, നിന്റെ പരിചയത്തിലുള്ള മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്ക്. എങ്കിലും നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. 4 സമയം 11 മണിയായി. നിർത്താറായോ? 11 മണിയായി. നിർത്താറായോ? എത്ര മണിക്കാണ് തുടങ്ങി? 9:15. 9:30 തുടങ്ങി, 10:30, 11, 2 മണിക്കൂറായില്ലേ? 9:30, 10, 1.5 മണിക്കൂറായില്ലേ? അൽഹംദുലില്ലാഹ്. അരമണിക്കൂറും കൂടെ ഇരിക്കുവോ? ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഇരിക്കോ? വേണോ വേണ്ടേ? വേണോന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്ക്. പൈസ ഒതുക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടാ. പൈസ ഒതുക്കി അവസാനം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാരുടെ ഖാദിമായി നടന്ന ആ മഹാനാണ് നാലാമതായി പറഞ്ഞു തരുന്നത്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? വഇൻ കുന്ത ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, കുടുംബക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, മോനെ ഫഹ്ഫദ് ലിസാനക, ഈ കാണുന്ന 32 പല്ലിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ നാവുണ്ടല്ലോ, മോനെ സൂക്ഷിക്കണേടാ ചെറുപ്പക്കാരാ. ഈ നാവിനെ നീ സൂക്ഷിക്കണേ പൊന്നുമോനെ. എന്റെ സ്നേഹനിധിയായ ഉമ്മ, അതാ 4 പെണ്ണുങ്ങളെ കൂടിക്കഴിയുമ്പോ, മരണ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ, കല്യാണ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ, അയൽവാസികളായ പെണ്ണുങ്ങളെ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഒരുമിച്ച് കൂടുമ്പോ, ഈ നാവിനെ നീ സൂക്ഷിക്കണേ. ഇല്ലെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അടിമയായിരുന്നു ചെറുപ്പക്കാരാ, ഒരടിമയായിരുന്നടാ. അതാ ഒരു ദിവസം തന്റെ യജമാനൻ വിളിച്ചിട്ട് പറയുന്നു, ലുഖ്മാനെ, ഒരാടിനെ അറുക്കാൻ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആടിനെ അറുത്തിട്ട് ഏറ്റവും നല്ലതെന്റെ കയ്യിലേക്ക് കൊണ്ടുതരടേ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല
തആലാവിനോട് ഒരാടിനെ അറുക്കാൻ പറഞ്ഞു. എന്നിട്ട് തന്റെ യജമാനൻ പറയുകയാണ്, ആടിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും നല്ലത് നീ എടുത്തുകൊണ്ടുവാ. ഒരാടിനെ അറുക്കാൻ പറഞ്ഞു. ആടിനെ അറുത്തിട്ട് അതിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും നല്ലത് എടുത്തുകൊണ്ട് വരാറ്. എന്റെ പ്രിയമുള്ളവരെ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ആടിനെ അറുക്കുകയാണ്. എന്നിട്ട് തന്റെ യജമാനന്റെ മുന്നിലേക്ക് അതിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ കൊണ്ടുവന്നത് എന്തെന്നറിയുമോ? ആടിന്റെ നാക്കെടുത്ത് കൊണ്ടുവരികയാണ്, ആടിന്റെ ഹൃദയം എടുത്തു കൊണ്ടുവരികയാണ്, അതിന്റെ കരളെടുത്ത് കൊണ്ടുവന്നു, അതിന്റെ നാവെടുത്ത് കൊണ്ടുവന്നു. യജമാനന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുകയാണ്, ആടിന്റെ ശരീരത്തിലുള്ളതിൽ ഏറ്റവും നല്ലത് ഇതാണ്. അല്ലാഹുവേ, യജമാനൻ അത്ഭുതപ്പെട്ടു പോയി, യജമാനൻ അത്ഭുതപ്പെട്ടു പോയി. അടുത്ത ദിവസം എത്തിയപ്പോ അവിടെ നിന്ന് വിളിക്കുന്ന ലുഖ്മാൻ, ഒരാടിനെ അറുക്ക്, എന്നിട്ട് ആ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ടതെടുത്ത് കൊണ്ടുവാ, ഏറ്റവും മോശമായതിന്റെ കയ്യിലേക്ക് കൊണ്ടുവാ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ആടിനെ അറുക്കുകയാണ്. എന്നിട്ട് കൊണ്ടുവന്നത് എന്തെന്നറിയുമോ? യജമാനന് പറഞ്ഞത് ഏറ്റവും മോശമായത് കൊണ്ടുവരാനാണ്. അപ്പോഴും കൊണ്ടുവന്നത് എന്തെന്നറിയുമോ? ആടിന്റെ നാവും ആടിന്റെ കരളുമാ. യജമാനൻ അവിടെ നിന്ന് ചോദിച്ചു, അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാ, നല്ലത് കൊണ്ടുവരാ പറഞ്ഞപ്പോഴും നീ ഇതാണ് കൊണ്ടുവന്നത്, മോശമായത് കൊണ്ടുവരാ പറഞ്ഞപ്പോഴും ഇതാണ് കൊണ്ടുവന്നത്, എന്തേ ഇങ്ങനെ ചെയ്യാറുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അടിമയായിരുന്ന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ യജമാനന് കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നന്നായാൽ ഏറ്റവും നന്നാകുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയവും ഒരു മനുഷ്യന്റെ നാവുമാ. എന്നാൽ മോശമായാൽ ഏറ്റവും മോശമാകുന്നത് നാവും ഹൃദയവും തന്നെയാ. അപ്പോഴാണ് യജമാനന്റെ കണ്ണ് തുറക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, നീ സാധാരണ ഒരു മനുഷ്യനല്ല, ഇന്നു മുതൽ നിന്നെ ഞാനതാ മോചിപ്പിച്ചു വിടുകയാ. ത്തിലെത്തിക്കുന്ന കാര്യമാണ്. ഈ നാവിനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പഠിച്ചവരെ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നതാ. നാളെ പടച്ച റബ്ബിന്റെ നരകത്തിന്റെ അവകാശിയായി പോകുകയാണ്. 4 പേര് കൂടിക്കഴിഞ്ഞാൽ പച്ചയിറച്ചി തിന്നുന്നവരുണ്ടല്ലോ. പ്രിയപ്പെട്ട ബാപ്പമാർക്ക് വിഷമം വരരുത്. ഉള്ളത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും സഹിക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നു, പള്ളിയിലെ ഇമാമിന്റെ പുറകിൽ നിന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് നാട്ടുകാരുടെ പച്ചയിറച്ചി തിന്നുന്ന ബാപ്പാ, പള്ളിയിലെ കമ്മറ്റിക്കാരുടെ ഇറച്ചിക്ക് വല്ലാത്ത രുചിയാ, പള്ളിയിലെ ഖതീബിന്റെ ഇറച്ചി വല്ലാത്തതാ. ശവം തിന്നി ഉറുമ്പുകളെ പോലെ കണ്ടവന്റെ ഇറച്ചി തിന്നുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇങ്ങനെ കഴിയുന്ന മനുഷ്യ 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാ, അയൽവാസികളായ പെണ്ണുങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നാട്ടിലെ സ്വാലിഹത്തായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കുറിച്ച് എന്തെല്ലാം പറയുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്ക്, നിങ്ങൾ ചിന്തിക്ക്. ഈ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കും, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പള്ളിയുടെ പടിയിലിരുന്നിട്ട് ആ നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഒന്നീ പള്ളിയിലെ ഇമാമിന്, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദന്മാർക്ക്, അല്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിക്കാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർക്ക് കൊടുത്തിട്ട് ഗേറ്റിന് വെളിയിൽ ഇറങ്ങും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ, പള്ളിയുടെ പടി അങ്ങനെ ഒരു എഴുത്തുകൊണ്ട് അസറൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വിഭാഗം ഇറച്ചി തിന്നുന്ന ഒരു വിഭാഗം, ശവം തിന്നി ഉറുമ്പുകളെ പോലെ താടിക്ക് വലിയ നീളം കാണും, 5-6 തഴമ്പ് നെറ്റി കാണും, ജുബ്ബയും തൊപ്പിയും ധരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചില എണ്ണമുണ്ട്. എല്ലാം അങ്ങനെ തന്നെ. ഞാൻ വ്യക്തമായി പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് അങ്ങനെ ചില വിഭാഗമുണ്ട്.
കോലത്തിലൊക്കെ നോക്കുമ്പോൾ വലിയ കുത്തുബുൽ അഖ്താബൊക്കെ ആയിരിക്കും. പക്ഷേ ഇറച്ചി തിന്നുന്ന വിഷയത്തിൽ സവാഉൻ കാന, ജാഹിലും കണക്ക് ആലിമും കണക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറയുക, പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ ആമീന, ആമീനയുടെ സ്വഭാവം അറിയാവോ, ഇപ്പം 5 കാമുകനാ. എന്താ തുടങ്ങി ഇരുന്നിട്ട് സാലിഹത്തായ പെണ്ണുങ്ങളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാവിനെ സൂക്ഷിക്കണം. ഇത് നരകത്തിൽ കൊണ്ടുപോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബത്ത് കല്ല് വാരിയിട്ട് വായിക്കകത്തിട്ടിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടിട്ട് നടക്കുക. എന്തെന്നറിയോ? എന്തിനാ വായി കല്ലിട്ടത്? എന്തെങ്കിലും പറയുമോ? എന്തെങ്കിലും പറഞ്ഞു പോകുമോ? നാവ് കൊണ്ട് എന്തെങ്കിലും പാപങ്ങൾ പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് വായിക്കകത്ത് കല്ലിട്ടുകൊണ്ട് നടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മളോ 24 മണിക്കൂറും ഈ പശുവിൻ്റെ നാ പോലെ ഇങ്ങനെ അയവ് സംസാരം. അധികം സംസാരിക്കാൻ പാടില്ല എന്നാ. അധികമായിട്ട് സംസാരിക്കരുത്. മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു. പാപങ്ങൾ അധികരിക്കും. ഒരുപാട് സംസാരിക്കുമ്പോൾ പാപങ്ങൾ അധികരിക്കും. പാപങ്ങൾ അധികരിക്കുമ്പോൾ ഹൃദയം കല്ലായി പോകും, ഹൃദയം മരിച്ചു പോകും. ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആവശ്യമില്ലാത്തത് നാവ് കൊണ്ട് പറയരുത്. ഒരാളെ കുറിച്ചും, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച്, അൽ ഉലമാ വറസത്തുൽ അംബിയ, എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താം. അത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ കാണണം. നാട്ടുകാരുടെ ഇറച്ചി തിന്നുന്നത് പോലെ ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നരുത്. നാട്ടുകാരുടെ ഇറച്ചി തിന്നുന്നത് പോലെ പള്ളിയിലെ ഖതീബിന്റെ ഇറച്ചി തിന്നരുത്. കാരണം സാധാരണ ആൾക്കാരെ പോലെയല്ല ഉസ്താദന്മാർ. ഉസ്താദന്മാരുടെ എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നീ നേരെ ഉസ്താദിന്റെ റൂമിൽ പോയിട്ട് സലാം പറഞ്ഞ് കയ്യെ പിടിച്ചിട്ട് പറ, ഉസ്താദെ അതങ്ങനല്ല ഇങ്ങനെ, അതൊരു മാന്യതയാ. ഉസ്താദിന്റെ പോരായ്മകൾ അതൊക്കെ ഉസ്താദിന്റെ റൂമിൽ പോയി പറയണം. ഉസ്താദിന്റെ പോരായ്മ നാട്ടുകാരോട് പറയുന്നത് അത് നിനക്ക് ഉസ്താദിനോട് വേണ്ടാത്തതാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഉലമാക്കളുടെ ഇറച്ചി മോശമാ. ഉസ്താദന്മാരുടെ ഇറച്ചി സാധാരണ ഇറച്ചി പോലെയല്ല, വിഷം. ഉസ്താദന്മാരുടെ ഇറച്ചി വിഷമാണ്. ആ ഇറച്ചി തിന്ന അവസാനം വിഷമടിച്ച് ചാവുന്നവന്റെ അവസാനം അറിയാലോ. വിഷമടിച്ച് മരിക്കുന്നവന്റെ അവസ്ഥ, കണ്ണ് തെള്ളി മലമൂത്ര വിസർജനം നടത്തി വല്ലാത്ത അവസ്ഥയിലുള്ള മരണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരുടെ ഇറച്ചി വിഷമാണെന്ന് പറഞ്ഞത് സാധാരണ തിന്നണത് പോലെ കയറി തിന്നണ്ടെന്നാ പറഞ്ഞതിനർത്ഥം. ഉസ്താദന്മാരെ കുറിച്ച് ഒരാളെ കുറിച്ചും പറയരുത്. ഒരാളെ കുറിച്ചും ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ. എടാ, പള്ളിയിലെ ഉസ്താദ് ഒരു പാപം ചെയ്താൽ ആ ചെയ്തത് പറയാൻ നിനക്കെന്ത് അധികാരമുള്ളേ? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണൊരു പാപം ചെയ്താൽ എല്ലാവരും പറയുന്നത് ചെയ്തതല്ലേ പറയുന്നേ. അതാ ന്യായം. ചെയ്തതല്ലേ പറയുന്നത്. ചെയ്തത് പറയാൻ നിനക്ക് ആരാ അധികാരം തന്നത്? ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ. ഇവിടെ ഈ കല്യാണം മുടക്കികളൊക്കെ ഉണ്ടോ ഉസ്താദ്? ഉണ്ടോ? നിങ്ങൾ ഉസ്താദന്മാരാ, പറയാൻ പാടില്ലല്ലോ. ഉണ്ടോടാ ചെറുപ്പക്കാരെ? കല്യാണം മുടക്കണ, കല്യാണം എന്നല്ലേ പറയാ. ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണം വരുമ്പോൾ മുടക്കാൻ ഒരു വിഭാഗം, പള്ളിയിലെ ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കാൻ അങ്ങനെ. എന്നിട്ട് പറയണ എന്തെന്നറിയോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അങ്ങനെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. പടച്ചോനെ, ഒരു ചെറുപ്പക്കാരനെ കല്യാണാലോചന, ഒരു ചെറുപ്പക്കാരൻ പോയി ഒരു പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ആ പെണ്ണിന്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നു. അതങ്ങനെ കൂടുതലും പള്ളിയിലെ ഉസ്താദന്മാരെടുക്കലാ വരിക. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എൻ്റെ അടുക്കൽ ഒരു പെണ്ണും തൻ്റെ ഭർത്താവും കൂടെ വന്നിട്ട് ചോദിച്ചു, ഉസ്താദെ ഫോട്ടോ കാണിച്ചിട്ട് വെച്ച് ഈ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പടച്ചനെ, ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അടിയാ, ഉള്ളത് പറഞ്ഞു കൊടുത്താൽ. കാരണം ഇവർ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഉസ്താദിൻ്റെ അടുക്ക വന്ന് അന്വേഷിച്ചപ്പം ഉസ്താദ് നല്ലതല്ലെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവത്തില്ല. എന്നാൽ ഇതുപോലെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കാൻ പെണ്ണിന്റെ വീട്ടുകാർ വന്നു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ആദ്യം കണ്ട ഒരു കടയുണ്ട്. ആ കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അവിടെ നല്ല ഒരു താടിയുള്ള വാപ്പ. ആ വാപ്പാടെ ഇറച്ചി ഞാൻ തിന്നല്ല കേട്ടാ, ഒരു ഉപദേശം പറഞ്ഞു. ഇനി ഉസ്താദ് അയാളുടെ ഇറച്ചി തിന്നല്ല. ഒരു മനുഷ്യന്റെ കടയിൽ കയറിയിട്ട് ചോദിച്ചു, അതെ ആ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട്, ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് എന്തെങ്കിലും പറയണം, അതവൻ അറിയണം. പിന്നെ കഞ്ചാവ് അടിച്ച് കള്ളു കുടിക്കുന്ന പിള്ളാരെയും കൊണ്ടുവന്ന് എന്നെ ഇടത്തിയിട്ട് തല്ലണം. അല്ലാണ്ട് എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതേ പറഞ്ഞേ, അവൻ കള്ളു കുടിക്കുന്നവന്
അവൻ്റെ കൂട്ടുകാര് കഞ്ചാവ് അടിക്കുന്നവന്, അവൻ വീട് കയറി തല്ലുന്നവന്. ഇത്രയും പറഞ്ഞിട്ട് പറയാ എനിക്കൊന്നും അറിയത്തില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. അല്ലാഹു ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയണം? എടാ നിങ്ങൾ ചില ആൾക്കാർ പറയുന്നത് കള്ളമൊന്നുമല്ല, ഇത്രേ പറയത്തുള്ളൂ. സിറാജോ വേണ്ട. ചില ഉപ്പാപ്പന്മാർക്ക് ഒരു പണിയില്ല, പള്ളിയുടെ മുന്നിൽ ഇരിക്കും, വന്നിട്ട് ചോദിക്കും സിറാജ് എങ്ങനെ? ആ ചെറുപ്പക്കാരൻ, സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇയാൾ ആകാശത്തിലേക്കൊന്ന് നോക്കും, അർശി നോക്കണ പോലെ, എന്നിട്ട് പറയും വേണ്ടാന്ന്. ഇത്രേ ഉള്ളൂ. അവർ വന്ന വഴിയെ പോകും. ആ വേണ്ട എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ ചിന്തിക്ക്. ഈ അടുത്താണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടി, ഗൾഫിൽ ജോലിയായി. അപ്പോൾ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് ചെറുപ്പക്കാരൻ? എങ്ങനെ? നല്ല ചെറുപ്പക്കാരനാ, സൽസ്വഭാവിയാണ്, മാതാപിതാക്കളെ വലിയ ഇഷ്ടമാണ്, 5 നേരം നിസ്കരിക്കും, എല്ലാ കാര്യങ്ങൾക്കും പോകുന്ന നല്ലൊരു ചെറുപ്പക്കാരനാ. പക്ഷെ ക്യാഷറായിട്ട് ഇരുത്തണ്ട. അല്ലാഹു എന്താ പറഞ്ഞേ? നിസ്കരിക്കും, നല്ല പയ്യനാ, മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുക, എല്ലാം ചെയ്യും, പക്ഷെ ക്യാഷറായിട്ട് ഇരുത്തണ്ട. അതിനർത്ഥം എന്താ? ഓൻ കള്ളനാണെന്ന്. ചിരിക്കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമുക്കും മക്കളില്ലേ? നമുക്കും പലരും വിളിച്ചിട്ട് പറയും, ഉസ്താദ് കരയ. എന്തെന്നറിയില്ല ഉസ്താദ്, എന്റെ നാട്ടുകാർ കല്യാണം മുടക്കുന്നു. എത്ര ആലോചന വന്നാലും മുടക്ക. വാപ്പ, നിനക്കും ഇല്ലേ പെമ്മക്കൾ? നിന്റെ മക്കളുടെ മക്കളില്ല. നാളെ അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരുമ്പോൾ അതിന്റെ വേദന നിനക്കറിയുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ നാവ്, അതിനെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ആ നാവിനെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മോശമായ കാര്യങ്ങൾ പറയുന്നതിനെ തൊട്ട് നിന്റെ നാവിനെ സൂക്ഷിക്ക്. കാണാത്തത് പറയരുത്. ഞാൻ പറഞ്ഞു വന്നത്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അവൾ ചെയ്തതല്ലേ ഞാൻ പറയണത്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരാൾ ചെയ്തതാണെങ്കിലും അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച പിന്നെ പറയാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം നിങ്ങളെ കുറിച്ച് പറയുന്നില്ല, ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്തെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ എന്തെങ്കിലും വല്ല പെണ്ണുപിടിയോ അല്ലെങ്കിൽ വല്ല മോഷണമോ എന്തെങ്കിലും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ക്ലിപ്പറക്കരുത്, അത്രയേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഈ നാട്ടിൽ വന്നു, ഞാനൊരു മോഷണം നടത്തി, നിങ്ങളെല്ലാവരും അറിഞ്ഞു, എല്ലാവരും എന്നെ പിടിച്ചു. എന്നിട്ട് 1 വർഷം കഴിഞ്ഞ്, കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ പറയടാ, അവൻ പണ്ട് ഇവിടുന്ന് മോഷണം നടത്തിയ കള്ളനാടാ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കിയാൽ, ഉറങ്ങരുത് കേട്ടോ. ഞാൻ ചെയ്തതല്ലേ, ഞാൻ മോഷണം നടത്തിയതാ. ആ മോഷണം നടത്തിയ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു, റബ്ബേ ഞാൻ ചെയ്തത് തെറ്റാ, അല്ല എനിക്ക് പുറത്തതാ, അല്ല എനിക്ക് പുറത്തു തന്നു. കുറെ കാലം കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പറയാ, ഓൻ കള്ളനാ, പണ്ട് ഇവിടെ നിന്ന് പൈസ മുട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയ, നീ എഴുതി വെച്ചോ, മരിക്കുന്നതിന് മുമ്പ് നീയും കള്ളനായിട്ടേ മരിക്കത്തുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നെ കളിയാക്കിയ അതേ രീതിയിൽ നിന്നെ ഈ നാട്ടുകാർ മുഴുവനും കളിയാക്കുന്ന ഒരു ദിവസം വരും. അള്ളാന്റെ റസൂൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ചെറുപ്പക്കാരാ, വളരെ നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലടാ പൊന്നുമോനെ. അതേ പാപം അല്ലാഹു നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നീ മരിക്കുന്നതിന് മുമ്പ് എന്നെ കള്ള എന്ന് വിളിച്ച നാട്ടുകാരും കുടുംബക്കാരും മക്കളും ഭാര്യയും എല്ലാവരും നിന്നെ കള്ള എന്ന് വിളിക്കുന്ന ഒരു ദിവസം വരികയാ. അതിന്റെ വേദന നീ അനുഭവിച്ചിട്ടേ മരിക്കൂ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് പറയുന്നു, സാലിഹത്തായ പെണ്ണുങ്ങളെ കുറിച്ച്, അവള് വ്യഭിചാരിയാണ്, അവള് മോശമായ പെണ്ണാണ്, അവൾക്ക് ഒരുപാട് കാമുകന്മാരുണ്ട്, പറയാൻ പാടില്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാത്തത് നീ പറയരുത്. നിനക്ക് ഉറപ്പ് വേണം ചെറുപ്പക്കാരാ, എന്തു പറഞ്ഞാലും നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യം നീ പറയരുത്. ഒരേ ഒരു ഉദാഹരണം പറയാ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്ന കാലഘട്ടമാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞു. അതാ കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അതാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങളുടെ ചുവട്ടിലൂടെ തലയിൽ തുണിയിട്ട് കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ. ഉമർ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ രാത്രി തലയിൽ തുണിയിട്ടിട്ട് ഇങ്ങനെ ഒരാൾ പതുങ്ങി പതുങ്ങി പോകാം. അത് കണ്ടപ്പോൾ തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി ഇത് സാധാരണ ഒരു പോക്കല്ല. ഇവൻ എവിടെ പോന്നടാ? ഉമർ രാജ്യം ഭരിക്കണ ഈ കാലത്ത് ഇവൻ എവിടെ പോകുന്നു, ഇവൻ എവിടെ പോകുന്നെന്ന് അറിയണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. അപ്പൊ ഇങ്ങനെ പതുങ്ങി 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 ആരുമില്ലാത്ത ഒരു കുടിലിന്റെ മുന്നിൽ പോയി, ഒരു വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി ആരാണെന്നറിയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അനുവാദം ചോദിക്കാതെ, ആരുമോടും അനുവാദം ചോദിക്കാതെ പതുക്കെ വീടിന്റെ വാതിൽ തുറന്ന് ചാടി അകത്ത് കയറി. അല്ലാഹുവേ, പടച്ചവനെ, ആ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോക്കുക, ആരാ അല്ലാ ഇത്, ആരാ പടച്ചവനെ ഇത്? അങ്ങനെ വീടിന്റെ വാതിൽ അങ്ങോട്ട് തുറന്നപ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി രാത്രി ആരും ഇല്ലാതെ ഒളിച്ചൊളിച്ച് ഒരു വീടിന്റെ വാതിലിൽ ചെന്ന് അനുവാദം ചോദിക്കാതെ ചാടി അകത്ത് കയറി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയം പെടയാൻ തുടങ്ങി. പടച്ചവനെ, ഉമറോ അല്ല, ഈ ഉമറിന്റെ മനസ്സിനെ കീഴടക്കി ആ പെണ്ണാരാ അല്ല? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കണ്ടു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കയറുന്നത്. ആരെയും വിളിച്ചു കൂട്ടിയില്ല, ആരോടും പറഞ്ഞില്ല, തെങ്ങി പിടിച്ച് കെട്ടിയിട്ടില്ല, മിണ്ടാതെ മാറി അവിടെ നിന്നു. ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. ഒരുപാട് സമയം നിന്നു, ഇറങ്ങി വന്നില്ല. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ചു. ഈ വീടറിയാൻ ഒരു അടയാളം വെച്ചു. തൻ്റെ വീട്ടിലേക്ക് പോയി. കിടന്നിട്ടുറക്കം വരുന്നില്ല. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ ഇന്നലെ രാത്രി ഒരു കുടിലിനകത്ത് ഒളിച്ചു കയറിയ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ ഇമാമ് നിൽക്കുന്നത്. പുറകെ പോയി നിന്ന് നിസ്കരിക്കുക. മനസ്സിന്റെ ഉള്ളിൽ ടെൻഷൻ. സലാം വീട്ടി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നേരെ ഇന്നലെ രാത്രി അടയാളം വെച്ച വീട്ടിൽ പോയി. ഇന്നലെ രാത്രി അടയാളം വെച്ച വീടിന്റെ മുന്നിൽ പോയിട്ട് അവിടുന്ന് സലാം പറഞ്ഞു. നോക്കുമ്പോ സലാം അടക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദമാണ്. ആ വീടിന്റെ അകത്ത് നിന്ന് സലാം മടക്കിയത് ഒരു പെണ്ണിന്റെ ശബ്ദമാണ്. അപ്പൊ പെണ്ണാണെന്നുറപ്പായി. എന്നിട്ടും തിരിച്ചു പോയില്ല. ആ വീടിന്റെ അകത്ത് പെണ്ണാണ് താമസിക്കുന്നത് എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഉറപ്പിച്ചു. കാരണം ശബ്ദം തന്റെ ചെവി കൊണ്ട് കേട്ടു. എന്നിട്ടും പോയില്ല. ചോദിച്ചു, അകത്തേക്ക് കടന്നു വരട്ടെ, അനുവാദം ചോദിച്ചു. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീടിന്റെ അകത്ത് കിടക്കുന്നത് എല്ലും തോലുമായ ഒരു പാവപ്പെട്ട പ്രായം ചെന്ന ഉമ്മയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോയ വീടിന്റെ അകത്ത് കിടക്കുന്നത് ഒരു കിളവിയായ ഉമ്മ. എന്തേ ഉമ്മ? അവിടെ ചെന്നിട്ട് ചോദിച്ചു, ആരാ ഉമ്മ ഇന്നലെ രാത്രി വന്നത്? ഒരു മനുഷ്യൻ വരും, എന്നെ കുളിപ്പിക്കും, എൻ്റെ മൂത്രവും കാഷ്ടവും വാരും, എൻ്റെ വസ്ത്രം കഴുകും, എനിക്ക് ഭക്ഷണം വെച്ച് തരും, എന്നിട്ട് ആ മോൻ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എല്ലാ ദിവസവും രാത്രി എനിക്ക് വന്ന് ഇങ്ങനെ ചെയ്തു തരുന്നതാണ് ആ മകൻ. ആ മകന്റെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാന്നറിയോ? ഞാൻ എത്ര ചോദിച്ചിട്ടും പേര് പറയണില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, ഉമ്മ, അതാ ഉമ്മ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് ഓടുക. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിൽ പോയിട്ട് ഉമർ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തപ്പെട്ടതാ, ഞാൻ നിന്നെക്കുറിച്ച് മോശമില്ലാത്തത്, അവിടെ നിന്ന് മോശമായത് ചിന്തിച്ചു പോയി. അപ്പോഴും അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ആരോടും പറയല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ വലിയൊരു ഗുണപാഠമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സത്യം എന്തെന്നറിയില്ല. ഒരാണും പെണ്ണും എവിടെ നിന്നെങ്കിലും സംസാരിക്കുന്നതിന് നമ്മളൊരു അർത്ഥം കാണും. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിന് മോശമായ ഒരു അർത്ഥം കണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിൽ തരം താഴ്ത്തുന്ന ഒരവസ്ഥ, അതിലൂടെ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.